ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സച്ചി. ഒരു അറബിക് റൈസ് ആയിട്ടുള്ള സുർബിയൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1.5 കിലോ ബസുമതി റൈസും 3.5 കിലോ ചിക്കനും വെച്ചാണ് ഞാൻ ഈ ഒരു സുർബിയൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. സവാള ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് 4 സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിതിൽ നിന്നൊരു 1/4 ഭാഗം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടിയുടെ കൂടെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മസാല ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. ചിക്കൻ ഒരു 20 മിനിറ്റ് നേരമെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നാൽ ഞാനിതിലേക്ക് 3 ബേ ലീഫും 4-5 പീസ് കറുകപ്പട്ടയും 10-12 പീസ് ഏലക്കായും 1 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 3 ഉണക്കനാരങ്ങയും ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ റൈസ് ഊറ്റിയെടുത്താണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് വെള്ളത്തിൽ കൂടുതൽ ഉപ്പ് തോന്നുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം. സവാള ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെയാണ് ചിക്കൻ റെഡിയാക്കിയെടുക്കുന്നത്. അത് നമുക്ക് അടുപ്പത്ത് വെക്കാം. സവാള ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ കൂടെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ഫ്രൈ ചെയ്തെടുത്ത സവാള കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇവിടെ നമുക്ക് ചിക്കൻ ഹാഫ് വേവ് ആവുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ബാക്കി ദം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കുക്കായി കിട്ടും. റൈസിലേക്കുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റൈസ് നമുക്കിവിടെ ഒരു 1/4 ഭാഗം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. റൈസ് തിളച്ച് വന്നാൽ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം പാത്രത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ലോ ഫ്ലെയിമിലിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് റൈസ് ഒന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ റൈസ് ഒരു 1/4 ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ദം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ദം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചിക്കൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് റൈസ് ഊറ്റിയെടുത്ത് റൈസിൻ്റെ ഒരു പകുതി ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ദം ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഞാൻ റൈസിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
നെയ്യ് ചേർത്തതിന് ശേഷം ഞാനിതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. സവാളയുടെ കൂടെ ഞാനിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടറിന് പകരം നമുക്കിവിടെ നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് നേരം അടച്ചു വെക്കാം. 20 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ റൈസും ചിക്കനും എല്ലാം കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സുർബിയൻ ചിക്കൻ ബിരിയാണി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.